പിടിച്ചോ ഞാൻ സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല. ധർമ്മടത്ത് UDF എന്റെ അയ്യോ അൺഇമാജിനബിൾ അൺഅക്സെപ്റ്റബിൾ ഒരു നിവൃത്തിയില്ല. ഇതെന്തോ ഹിന്ദിയിൽ പറയും ധർമ്മടത്തെ പിന്നിൽ മുഷ്കിൽ തോടാ രഹി അയ്യോ ഒരു നിവർത്തിയില്ല വയ്യ ധർമ്മടത്തെ ബड़ी मुश्किल है बड़ी मुस्कुराते आगे प्रश्न दिमाग खराब है इसका दिमाग खराब है हिंदी नहीं मालूम ओके रेडी വടകരയിൽ KK രമ വടകരയുടെ വീരപുത്രി KK രമ 2249 വോട്ടുകൾ മുന്നിലാണ്. അതുപോലെ ദിവ്യ ബാലകൃഷ്ണൻ എവിടെയാണെന്നറിയോ? നമ്മുടെ ശശീന്ദ്രൻ ചേട്ടന്റെ പിന്നിൽ AK ശശീന്ദ്രൻ പിന്നിലായ സ്ഥലത്ത്. അതായത് എവിടെയാണ് KK ശശീന്ദ്രന്റെ മണ്ഡലം? മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ പിന്നിൽ 10 വർഷം കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോവിന്ദ മാസ്റ്റർ വേണ്ട ധർമ്മടത്ത് പിണറായി ഒന്നുകൂടെ വരച്ചു വിട്ടു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റന്റെ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും പിന്നിൽ സ്വപ്നേബി കരുതുവോ? സ്വപ്നേബി റഷീദ് അങ്ങനെ ഒരു പരാജയത്തിലേക്ക് നീങ്ങിയാൽ അയ്യോ റഷീദ് ചെറുവാലക്കാരൻ അതില്ല എങ്കിലും മുന്നിൽ ലീഡ് അത് ചരിത്രത്തിലാദ്യമായിട്ടാവില്ലേ? ധർമ്മടത്തിലാവില്ലേ? അത് റഷീദ് പോലെ ചെറുവാലക്കാരൻ ലീഡ്. ബാക്ക് ഓൺ ട്രാക്ക് എല്ലാ കോട്ടകളും ആടി ഉലയുന്നു എന്നുള്ളതാണ്. എല്ലാ ഇടതു കോട്ടകളും ആടി ഉലയുകയാണ്. എവിടെ വെടിപൊട്ടിച്ചാലും ധർമ്മടത്ത് കയറി പൊട്ടിക്കരുത്. ഉടുമ്പുചോല സേനാപതി വേണു പടനയിക്കുന്നു. സേന സന്ദീപ് വാര്യർ 1821 വോട്ടുകൾക്ക് മുന്നിലാണ്. നാട്ടകം സുരേഷ് ലീഡ്. വാസവന്റെ നാട്ടകത്ത് സുരേഷ് ലീഡ്. വാസവന്റെ നാട്ടകം ചവിട്ടി കയറുകയാണ്. നാട്ടകത്തിന് നാട്ടം ചവിടെ. ധർമ്മടത്തെ UDF ലീഡ് പറയട്ടെ 733 വോട്ട്. മുന്നിൽ ധർമ്മടത്ത് പിണറായി വിജയനേക്കാൾ തൊട്ടടുത്ത ഏത് സ്ഥാനാർത്ഥിക്ക് 733 വോട്ടുകൾക്ക് ധർമ്മടത്ത് ഓടി സാപ്പനിങ് ധർമ്മടം. കേരളത്തിന്റെ ക്യാപ്റ്റൻ LDFന്റെ ക്യാപ്റ്റൻ 10 വർഷം മുഖ്യമന്ത്രി പിന്നിലായോ? ചെറുവാലിക്കാരൻ റഷീദിനോട് മുഖസ്തുതി പറയില്ല. ദീപക് ധർമ്മടത്തോട് പോലും എനിക്ക് ദേഷ്യം തോന്നുന്നു. ആ പേരുള്ള ദീപക് ധർമ്മടത്തെ പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. അബിൻ വർക്കി 3965 വോട്ടിന് മുന്നിൽ. നേമത്തുനിന്നൊരടി രാജീവ് ചന്ദ്രശേഖർ NDA 1302 വോട്ടുകൾക്ക് മുന്നിലാണ്. ശിവൻകുട്ടി അണ്ണന് ത്രട്ട്, ശിവൻകുട്ടി അണ്ണന് ഭീഷണി. അതുപോലെ ധർമ്മടം മണ്ഡലത്തിൽ BR അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് മുന്നിലാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ. താങ്ങാൻ പറ്റുമോ? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? മുഖ്യമന്ത്രി പിണറായി ഇതാണ് ഡെമോക്രസിയുടെ സൗന്ദര്യം. വല്ലാത്തൊരു സൗന്ദര്യമായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.